കൊച്ചിയിൽ ലുലു മാളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ലുലു മാളും 24ഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിന് സ്വാമി ഉദിത് ചൈതന്യ നേതൃത്വം നൽകുന്നുണ്ട്. ലുലു മാളിൽ നിന്ന് നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, ചടങ്ങുകൾ തുടങ്ങിയോ? അനുജ, ചടങ്ങുകൾ അല്പസമയമാണ് തുടങ്ങിയത്. പൊതുവെ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്ന ചടങ്ങാണ് ഇന്നിപ്പോൾ ലുലു മാളിന്റെ മെയിൻ എൻട്രിയിലാണ് ഇപ്പോൾ ഈ വിദ്യാരംഭ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. കുരുന്നുകളെല്ലാം തന്നെ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് അവരുടെ അക്ഷരലോകത്തേക്ക് കടക്കുകയാണ്. സ്വാമി ഉദിത് ചൈതന്യ, അതോടൊപ്പം തന്നെ നർത്തകി സോഫിയ സുദീപ്, കൂടാതെ ചലച്ചിത്ര സംവിധായകനും നടനുമായ ശ്രീകാന്ത് മുരളി എന്നിവരാണ് ഈ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. കുരുന്നുകളിലെല്ലാം തന്നെ ആദ്യാക്ഷരം ഇങ്ങനെ കുറിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വളരെ സമാധാനത്തോടുകൂടി ശാന്തരായി തന്നെ കുരുന്നുകൾ ഓരോരുത്തരും ആദ്യാക്ഷരം കുറിക്കുകയാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. വളരെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തം കൂടിയാണ് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. കാരണം വിജയദശമി ദിനത്തിൽ അവരുടെ കുരുന്നുകൾ ഇങ്ങനെ ആദ്യാക്ഷരം കുറിക്കുന്നു. ഇത് 4ാം തവണയാണ് ലുലു മാൾ ഇത്തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 100ലധികം കുരുന്നുകൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ രജിസ്ട്രേഷൻ മുഖാന്തരമാണ് ഇപ്പോൾ കുരുന്നുകളൊക്കെ തന്നെ ആദ്യാക്ഷരം കുറിച്ചിരിക്കുന്നത്. എന്തായാലും മാളിന്റെ PRO സ്വരാജ് ചേരുന്നുണ്ട്. പൊതുവെ ക്ഷേത്രത്തിലൊക്കെ കണ്ടിരുന്ന ചടങ്ങാണ്. മാളിൽ ഇതിപ്പോൾ 4ാം തവണയാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഒരുക്കങ്ങൾ? 4 വർഷമായിട്ട് ലുലു മാൾ കൊച്ചി ഈ ഒരു കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ഈ പരിപാടി നടത്തുന്നു. ഇത്തവണ 100ലേറെ കുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സ്വാമി ഉദിതാനന്ദ സ്വാമി, അതുമാതിരി നർത്തകി സോഫിയ സുദീപ്, ശ്രീകാന്ത് മുരളി, ഈ ഗുരുക്കന്മാരാണെന്ന് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നത്. കൂടാതെ ഇത് കഴിഞ്ഞു പോകുന്നവർക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കാനുള്ള ചെറിയ കിറ്റും നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. എന്തായാലും കുരുന്നുകളൊക്കെ വളരെ ശാന്തരായി തന്നെ ഈ ആദ്യാക്ഷരം കുറിക്കുന്നുണ്ട്. ആ ആദ്യാക്ഷരം കുറിച്ചതിന് ശേഷം അവർക്കൊരു കിറ്റുമെല്ലാം തന്നെ ഒരു സമ്മാനമായി നൽകുന്നുണ്ട്. അങ്ങനെ കുരുന്നുകളുടെ മുഖത്തെല്ലാം വലിയ സന്തോഷമാണ്. കാരണം ആദ്യാക്ഷരം കുറിച്ച് ഒരു കിറ്റൊക്കെ നേടി അങ്ങനെ അവർ താഴേക്ക് വരികയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ ചടങ്ങ് ഏതാണ്ട് അല്പസമയം ആരംഭിച്ചു. ഏതാണ്ട് 100ലധികം കുരുന്നുകളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്നത്. ആരാധനാലയങ്ങളിൽ മാത്രമല്ല, മറ്റ് വിവിധ കേന്ദ്രങ്ങളിൽ കൂടി ഇത്തരം ചടങ്ങുകൾ നടക്കുന്നുണ്ട്. സാംസ്കാരിക കേന്ദ്രങ്ങളിലും മറ്റ് വിദ്യാലയങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട് ചടങ്ങുകൾ. കൂടാതെ മാളുകൾ കേന്ദ്രീകരിച്ചും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട് എന്നതാണ് ലുലു മാളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.